നല്ലതായിരിക്കും. പുത്തൂരയ്യത്ത് മഠത്തിൽ 4ാം കാലഘട്ടം ചേർന്നിട്ടുണ്ട്. ഇതിനു വേണ്ട അശുദ്ധി ഉണ്ടാവാതെ സ്ഥല സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണമേ എന്ന് ദേവി നാമധേയത്തിൽ അടിവരായിട്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. തന്ത്രിക്ക് വേണ്ട വഴി സൗകര്യം ചെയ്തു കൊടുക്കണം. കൊടിമര ഒഴിച്ചു കളയരുന്ന സമയമായിട്ടില്ല. ഇത് കഴിയുമ്പോൾ സാംസ്കാരിക സമ്മേളനവും സംഗീത പ്രതിഷ്ഠ ഏതാനും നിമിഷങ്ങൾക്കും ആണെങ്കിൽ സാധനങ്ങളാണെങ്കിൽ എത്ര വേഗം പ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷം പ്രതിഷ്ഠ കൊടുക്കണം. ഏതാനും നിമിഷങ്ങൾക്കകം പ്രതിഷ്ഠ നിർവഹിക്കുന്നതാണ്. ബ്രഹ്മശ്രീ കമ്പർ നാരായണന്റെ മേളം ആരംഭിച്ചിട്ടുണ്ട്. ആ മേശാന്തി എന്താണ് സാമാനം ക്ഷയിക്കാതെ വെച്ചോണ്ടിരിക്കുന്നത്? കാലച്ചക്കുടം കൊണ്ടൊരുത്ത വന്നു കണ്ടു. ഈശാന്തി കൊണ്ടുകൊടുത്തിട്ടില്ല. വലിയ സാധനം കൊണ്ട് അവരെന്തോ നോക്കോ കമ്പർ നാരായണജിയുടെ മേളം ആരംഭിച്ചു.
പെണ്ണിയാണെങ്കിൽ കമ്പനിക്കാർ മറുപാടിക്കണം. കമ്പനിക്കാർ പെണ്ണിയൊക്കെ നല്ല വീഡിയോ ക്യാമറയൊക്കെ ആവശ്യമില്ലാത്തൊക്കെ പിടിക്കുന്നുണ്ട്. കൊടി ഏതാനും നിമിഷങ്ങൾക്കൊക്കെ കയറുന്നതായിരിക്കും. പ്രശസ്ത മേൽശാന്തി ബ്രഹ്മശ്രീ മലയുടെ വടക്കേതിൽ ഗണപതി നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലും പ്രശസ്ത തന്ത്രി കണ്ഠരര് മധുസൂദനന്റെ മുഖ്യ മേൽനോട്ടത്തിലുള്ള കൊടിയേറ്റം ആരംഭിച്ചിരിക്കുകയാണ്. മേളക്കാരന്റെ അനക്കമൊന്നുമില്ല. മേളക്കാരൻ കമ്പനി പ്രത്യേകത്തേക്ക് എത്രയും വേഗം മേള ആരംഭിക്കണം. എല്ലാവരും പുറകോട്ട് നീങ്ങിയിരിക്കണം. ബുദ്ധിമുട്ടുള്ളവരും പുറകോട്ട് നീങ്ങിയിരിക്കണം. ഇങ്ങോട്ട് ഇറങ്ങിയോ? എല്ലാവരും പുറകോട്ട് സഹകരിക്കണം. സഹകരിച്ചില്ലെങ്കിൽ ഈ കാര്യങ്ങൾ നടക്കില്ല. ആൾക്കാരെ പുറകോട്ടൊന്ന് മാറ്റണം. ഡ്യൂപ്ലിക്കേറ്റ് അമ്പലത്തിൽ കാണിക്കുവേ. എത്രയും വേഗം പുതിയ അമ്പലത്തിലേക്ക് പോകണം. ആൾക്കാർ പുറകോട്ട് നീങ്ങി സഹകരിക്കണം.
മൈക്ക് സെറ്റ് വേഗം ഒന്ന് അറേഞ്ച് ചെയ്യണം. ദേവസ്വം സെക്രട്ടറിയുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് മുമ്പ് അടിച്ചതിന്റെ ബാക്കിയുണ്ടെങ്കിൽ അവിടെ വെച്ചേക്കണം, ഞങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. പോണ അവിടുന്ന് വെടിവെക്കാരെ കൊണ്ട് ഇപ്പം സെക്രട്ടറിയായിട്ട് സെക്രട്ടറി ആരാ പറയുക? ആരാ സെക്രട്ടറി? നമ്മുടെ കുറിച്ചിക്കുട്ടൻ സെക്രട്ടറി, നമ്മൾസിക്കുട്ടൻ. അടുത്തതായി നമ്മുടെ ഈ പൊതുയോഗത്തിന് ഒരു അധ്യക്ഷൻ വേണമല്ലോ. അതിനുവേണ്ടി നമ്മുടെ തങ്കോലിയൻ അടുത്തതായി ഇനി ആരാ? തങ്കോലിയൻ എത്രയും വേഗം അധ്യക്ഷനാണ്. വൈസ് പ്രസിഡന്റ് അതല്ല, ഇനി ആരാ അധ്യക്ഷൻ? കുടിക്കാനൊക്കെ വേഗം അറേഞ്ച് ചെയ്യണേ. തങ്കോലിയനാണ് സംസാരിക്കുന്നത്. അധ്യക്ഷൻ എന്നെ വൈസ് പ്രസിഡന്റ് എടുത്തോണ്ടല്ലോ, ഞാൻ ഈ അമ്പലത്തിലെ കുത്തുവാള എടുപ്പിച്ചുതരാം. അത് മിക്കവാറും എടുക്കും. ഈ പോക്ക് പോയാല് അത് മിക്കവാറും നടക്കുമെന്ന് ഞാനല്ലേ പറഞ്ഞു. നശിപ്പിക്കും. അധ്യക്ഷൻ വന്നിരിക്കുകയാണ്. അധ്യക്ഷൻ ഇനിയും അധ്യക്ഷന് 2 വാക്ക് സംസാരിക്കുന്നതാണ്. അധ്യക്ഷൻ 2 വാക്ക് എല്ലാവർക്കും നമസ്കാരം. തീരുമാനിക്കുക. അടുത്തതായി ഈശ്വര പ്രാർത്ഥന. ഒരു കാര്യം പറഞ്ഞേക്കാം, വെള്ളം കയറ്റിക്കൊണ്ട് ഇവിടെ വന്ന് ഇങ്ങനെ വാള് വെക്കരുത് ഞാൻ പറഞ്ഞേ, കേട്ടല്ലോ. പിടിച്ചു പണി കാണാ, വാള് വെക്കാതെ. സംയമനം പാലിക്കേണ്ടതാണ്. വെക്കുവെടി ഒന്ന് വലുത്. അതെ, ഈശ്വര പ്രാർത്ഥനയാണ്. എല്ലാവരും കൂടെ ഈശ്വര പ്രാർത്ഥനയാണ്. ാകുമ്പോ നിന്നും ഈശ്വരന്റെ സുരക്ഷ മോശമാകുന്നു. ദേവി നാമത്തിൽ പറയുകയാണെങ്കിൽ പ്പെടുന്നതാണ്. പ്രത്യേക ശ്രദ്ധയ്ക്ക് കള്ളന്മാര് പല വേഷവിധാനത്തിൽ KSRTC വണ്ടിയില് കടന്നു വന്നിട്ടുണ്ട്. അവരവരുടെ സാധനം സൂക്ഷിക്കണം. പ്രത്യേകിച്ച് സ്ത്രീകൾ അവരുടെ വിലപ്പെട്ട സാധനങ്ങൾ സൂക്ഷിക്കുക. ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ കമ്മിറ്റി ചെയർമാൻ എന്നുള്ളതായി എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ക്ഷേത്രത്തിന് മനോഹരമായ രീതിയിൽ ഇത്രയും പണി കഴിപ്പിച്ചപ്പോൾ ഞാൻ എന്റെ വീടും കുറച്ചൊക്കെ പണിഞ്ഞു. ഇനി ധ്വജപ്രതിഷ്ഠയാണ്. പിന്നീട് നമുക്ക് വേണ്ടത് എന്താ? ധ്വജപ്രതിഷ്ഠ. നമുക്ക് ഒരു ആനക്കൊട്ടിലും വേണം. ഈ ആനക്കൊട്ടിലും ധ്വജപ്രതിഷ്ഠയും കഴിഞ്ഞിട്ട് വേണം. എന്റെ വീട് ഇപ്പൊ ബെൽറ്റ് വരെ പാർത്ത് നിൽക്കുക. ബാക്കി പണികളോടൊന്ന് തീർത്ത് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ക്ഷേത്രത്തോടു കൂടി എന്നെയും ആരാധിക്കണമെന്ന് ആകെയും പോയി ഉണ്ടായിരുന്ന 2 ലോറികളാണ്. അതിലൊന്ന് വിറ്റു. ഇനി 1 ലോറി കൂടെ എടുക്കണം. അതുകൊണ്ട് എല്ലാവരും ക്ഷേത്ര ഭരണസമിതിയുടെ കാരുണ്യത്താല് എന്നെ ഒന്ന് സഹായിക്കണം. എന്റെ വീടിന്റെ വെൽറ്റ് വരെ ആയിട്ടുള്ളൂ. ബാക്കിയോടൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്യണം. ദേവി നാമധേയത്തിൽ
ഞാനെല്ലാം അടിവരായിട്ട് പറയുക കേട്ടോ. ഞങ്ങളുടെ നാട്ടിലുള്ളതൊക്കെ ദരിദ്രന്മാരാ കേട്ടോ. ഇങ്ങനെയാന്ന് ഞാൻ ഡൽഹിക്ക് പോവാ. അടുത്തതായി ഈ വർഷത്തെ ഉത്സവങ്ങൾ തീരുമാനിക്കുന്ന ചടങ്ങാണ്. പ്രസിഡന്റ് അധ്യക്ഷതയിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ സെക്രട്ടറിക്ക് മീശയേ ഉള്ളൂ, മൂളയില്ല. ഞാൻ പറയാം എന്തൊക്കെ പരിപാടി വേണം. KSRTC ബസിന്റെ എന്താ വേണം? എനിക്കൊന്നും സംസാരിക്കാനുള്ള അവസരം എനിക്ക് ഇവിടെ ഇല്ല. ഒരു ഗാനമേള ഇനി എന്തൊക്കെയാണെന്ന് വെച്ചാൽ നാട്ടുകാരോട് പറഞ്ഞാൽ ഏത് സൈസ് ഗാനമേള? അത് കുറ്റിപ്പടിയോട് ഹലോ, എഴുന്നേൽ തുടങ്ങുന്ന സമയമായി, പെട്ടെന്ന് തീരുമാനിക്കണം. എഴുന്നേൽ തുടങ്ങുന്ന സമയം ആര് വരികയാണ്? വേണ്ട, ഗാനമേള തീരുമാനിച്ചിട്ട് തുടങ്ങിയാൽ മതി. ആര് ഗാനമേള നടത്താൻ ഒരു പാടിയാ കോട്ടയം കമ്പനിയുടെ നാടകം വേണം ഇവിടെ. കിടന്ന വാ കണ്ടില്ല, നല്ല നാടകമാണ്, നല്ല അഭിപ്രായമാണ്. അത് ഇങ്ങനെ എടുത്തമുണ്ടോ? എന്റെ മുണ്ടുണ്ട്. വെടിക്കാരന് ആവശ്യമായ സ്ഥല സൗകര്യം ചെയ്തു കൊടുക്കണം. പുതിയൊരു നാടകമുണ്ട്. മൂട്ടി വെടിവെക്കാൻ കൊണ്ട് മാറി നിന്നേ. വേണ്ട ഒരു കാര്യങ്ങൾ പറയാനുണ്ട്. കോട്ടയം യാസിസിന്റെ പുലർച്ചയോടെ ആറ്റിൽ ചാടി എന്നുള്ള നാടകമുണ്ട്. സൂപ്പർ നാടകമാണ്. പണ്ട് കണ്ടോടെല്ലാം നല്ല അഭിപ്രായമാണ് പറയുന്നത്. അത് തന്നെ, ആ നാടകം നമുക്ക് ഉറപ്പിക്കാം. അതാ നല്ലത്. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ആ ഖജാൻജിയും ചെയർമാനോടാണ് ഇവിടുത്തെ കാര്യമൊക്കെ അത് തന്നെ. ആ ഒരു പ്രത്യേക ശ്രദ്ധ വേണം. കാരണം നിക്ക അതല്ല പറഞ്ഞത്, ഈ പുരുഷന്മാരുടെ അടുത്തിരിക്കുന്ന സ്ത്രീകളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക. ആരും മാല കയറ്റരുത്. കയറ്റി കഴിഞ്ഞാൽ ഉണ്ടല്ലോ പ്രശ്നമാകും. അതുകൊണ്ടാണ് പറഞ്ഞത്. കമ്മിറ്റിക്കാർ ഉത്തരം പറയത്തില്ലേ? സ്ത്രീകൾ അടുത്തുനിന്നല്ല പുരുഷന്മാര് മാറിയിരിക്കണം. ടിബറ്റിൽ കൂടിയിരിക്കുന്ന വിശിഷ്ടാതിഥികൾ, ഞാൻ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുകയാണ്. ആദ്യമായിട്ട് ഗാനത്തിൽ കൂടി ഞാൻ തുടങ്ങുകയാണ്. എന്നോട് കൂടുതൽ ഒപ്പിച്ചത് പോലെ അവിടെ പാട് ഞാനാണ് പാട്ടുകള് യുവനെ. ആരാണ് ബന്ധം? ഞാനാണോ അതോ നീയാണോ? മറ്റവനാണോ മറിച്ചവനാണോ? വീണ്ടും മറ്റവനാണോ? നിന്ന് ഞങ്ങൾ പോക്കറ്റടിക്കാരെ കയറ്റിവിടുന്നുണ്ട്. എല്ലാവരും സൂക്ഷിച്ചിരുന്നോണം. എഴുന്നള്ളുന്നതാണ്. അതുകൊണ്ട് വീട്ടിലെ എല്ലാ ചേച്ചിമാരും ചേട്ടന്മാരും എന്നെ സ്വീകരിക്കാനാണ് അവിടെ ചെന്നത്. നൂറാമത് നാടകമാണ് അണ്ണാൻ ചപ്പിയതും വവല് നക്കിയതും. ഈ നാടകം ഞങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഇതിലെ കലാകാരന്മാരും കലാകാരികളും നിങ്ങൾക്കൊന്നും തോന്നരുത്, നടത്തുമ്പോൾ ആരുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഒന്നും ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ഈ നാടകം കണ്ട്
സാധൂതം ക്ഷമിച്ച് ഞങ്ങൾ ബന്ധപ്പെടാം. പെടരുത്. പെട്ടാൽ പ്രശ്നമാവും. അതുകൊണ്ടാണ് പറഞ്ഞത്. ഞങ്ങളോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥന കൂടി കോട്ടയം കമ്പനിയുടെ 100ാമത് നാടകമായ അണ്ണാൻ ചപ്പിയതും വാബല് നക്കിയതും എന്ന നാടകം ഇവിടെ ആരംഭിക്കുകയാണ്. ഒരു പ്രത്യേക അറിയിപ്പ്. ഈ സ്റ്റേജിലേക്ക് കടന്നു വരാവുന്ന ഈ ലൈറ്റ് മൊത്തം അങ്ങ് അടച്ച് തന്നായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ നടത്തായിരുന്നു, നാടകം നടത്തായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഏറ്റവും സുഖുവിനെ നിങ്ങളെത്തിയ ചതനിക്കില്ല. കതിക നല്ല കലാകാരനല്ല കേവലം നിങ്ങളെ പോലൊരു കതിക നല്ല കലാകാരനല്ല കേവലം നിങ്ങളെ പോലൊരു. അത് അങ്ങോട്ട് നോക്കൂ. എവിടെ ആ പറന്നു പോകുന്ന പറ്റിയുടെ അതിൽ കൂടി കുളിച്ചുകൊണ്ട് നിൽക്കുന്ന നാദിയും മഞ്ഞുകൂടെ മുന്നിൽ കൂടി മേഞ്ഞുകൊണ്ട് നിൽക്കുന്ന പശുവിന്റെ പുറയിൽ കൂടി അങ്ങനെ നടന്നു പോവുകയാണ്. ആര്? കൊച്ചുകൂട്ടകൾ ശ്രീരാമനും സീതയും. അതോ അങ്ങനെ അവർ ഘോര വനത്തിന്റെ നടുക്ക് കൂടി നടന്നു പോകുമ്പോൾ കണ്ടില്ല ഒരു കൂട്ടം പുലികൾ ചീരിപ്പാഞ്ഞു വരുന്നു. അതാ നോക്കൂ, അങ്ങോട്ട് നോക്കൂ. ആ പുലികൾ വെച്ച് മുന്നോട്ട് കയറി വരികയാണ്. അതാ ശ്രീരാമനോട് സീതയോട് പറയുകയുണ്ടായി, അല്ല പുലിയും കണ്ടില്ല, പോയവാ കണ്ടില്ല, ഉടുത്തമുണ്ടും കണ്ടില്ല. നിന്റെ ആണോടാ ഇതൊന്നും കാണാതെ പോയത്. എഴുന്നള്ളത്ത് കടന്നു വരുന്ന വഴികളിലെ വാഹനങ്ങൾ എത്രയും വേഗം അനുയോജ്യമായ സ്ഥലത്തേക്ക് മാറ്റിവെക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരു പ്രത്യേക അറിയിപ്പ്. അത് കുറച്ച് കഴിഞ്ഞ് തരാം. മുരളി കയ്യെത്തിക്കത്തില്ലയോ? അവിടെ ഇരിക്കണം. മാറി നോക്കണം. ഇരുന്നൂറ് ഭാഗത്തേക്ക് മാറി നോക്കണം. ഇരുന്നൂറത്തിന്റെ സുഖമായ നടത്തിന് വേണ്ടി ആളുകൾ മാറി നോക്കണം. ആ ക്ഷേത്രത്തിന്റെ തിരുമണത്തിന് ആളുകൾ ഇരിക്കണം. അപ്പുറത്തും ആളുകൾ ഇരിക്കണം. ആ ക്യാമറക്കാരും ഇരിക്കണം. ഹലോ,
പോകുന്ന വഴികളിൽ ആവശ്യമായ കൊടുക്കണം. വിഷമമംഗലത്തെ ചവിട്ടരുത്. തിരുമേനിക്ക് ക്ഷീണത്തിന് ഒരു കുപ്പി വാറ്റുചാരായ പറഞ്ഞു കൊടുക്കണം. മാറി കൊടുക്കണം. വാങ്ങിച്ചു തിരുമേനിയുടെ വാങ്ങിച്ചു ഭസ്മം വാങ്ങിച്ചു. പ്രസാദം നട അടഞ്ഞിരിക്കാൻ പാടില്ല.